ടി.വി. പ്രസാദ് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ടി.വി. പ്രസാദ്, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച്, അതായത് ഈ വാർത്ത വരുന്നതിന് മുൻപ്, അതായത് വാർത്തയിലേക്ക് നമ്മൾ വിശദമായി കടക്കുന്നതിന് മുൻപ് വരെ അദ്ദേഹം പങ്കെടുക്കില്ല എന്നുള്ളൊരു വിവരമായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഇപ്പോൾ ജയസേനോട് സംസാരിച്ചപ്പോഴും വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഈ പദയാത്ര വെട്ടിക്കുറച്ചു. ഇപ്പോൾ റഹീസ് പറഞ്ഞു വരികയായിരുന്നു, ഈ അവിടെ കാലാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ഈ പദയാത്ര വെട്ടിക്കുറച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നായിരുന്നു വിശദീകരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ കാലാവസ്ഥയുടെ പ്രശ്നമൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ മുരളീധരൻ ഇപ്പോൾ വീണ്ടും പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ആകെ വിലയിരുത്തേണ്ടത്? ശ്രുതി, വലിയ പ്രതീക്ഷയോടെയായിരുന്നു കോൺഗ്രസ് ഈ ഒരു ജാഥ തുടങ്ങിയത് തന്നെ. നമുക്കറിയാവുന്നതുപോലെ പല മേഖലകളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഈ ജാഥകൾ തുടങ്ങിയത്. ജാഥ പിന്നീട് അവസാനിക്കുന്ന ഘട്ടം വരെ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ ജനപങ്കാളിത്തവും എല്ലാം ഉറപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നാണ് നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അവസാന ദിവസമായി ഇന്ന് ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് പൂർണ്ണമായി പന്തളത്തേക്ക് കാൽനടയാത്രയായി പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ഇന്നലെയോടുകൂടി തീരുമാനം മാറ്റി ഒരു 8 കിലോമീറ്റർ, അതായത് കാരക്കാട് മുതൽ ഈ പന്തളം വരെയുള്ള സ്ഥലത്തേക്ക് കാൽനടയാത്രയായി എല്ലാവരും പോകും. 3 മണിക്ക് സംഗമിച്ചതിന് ശേഷം അവിടെ നിന്ന് പൂർണ്ണമായി നടക്കും എന്നുള്ളതാണ് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നത്. ഇന്നാണ് ഇപ്പോൾ മുരളീധരൻ്റെ വിവാദം കൂടി വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ്. അതേറെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം ഇങ്ങനൊരു രാഷ്ട്രീയ അവസരത്തിൽ അതിനെ പരമാവധി രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് UDFൻ്റെ ഒരു തീരുമാനം, ആ തീരുമാനം പൊളിയുന്ന രീതിയിലാണ് എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ പുനഃസംഘടന അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പുമായി തീരുമാനിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതിന് പിന്നാലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഇതെല്ലാം വലിയ തോതിലുള്ള പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തുകൊണ്ട് പന്തളത്തെ വിശ്വാസികളെ ആകെ അവിടേക്ക് എത്തിക്കാനുള്ള വലിയ നീക്കമായിരുന്നു രാഷ്ട്രീയമായി UDF ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അതിലൊരു കല്ലുകടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ജാഥ നടക്കുന്നുണ്ട്, കെ മുരളീധരൻ എത്തുന്നുണ്ട്. അത് വലിയ ജനക്കൂട്ടത്തെ കൂടെ തന്നെ സമാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശ്രുതി. ഓക്കെ, ടി.വി. പ്രസാദ് തുടരുക. റോഷിപാലിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അതായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിളിച്ചെന്നുള്ള ഒരു വിവരമാണ് കെ മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. ഇരുവരും അഭ്യർത്ഥിച്ച സാഹചര്യത്തിലാണ് ചെങ്ങന്നൂരിലേക്ക്, ഗുരുവായൂരിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. റോഷിപാൽ, അതായത് ഒരു അനുനയ നീക്കം അവിടെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം, അതായത് പദയാത്രയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കെ മുരളീധരൻ ഇപ്പോൾ പങ്കെടുക്കാൻ ചെങ്ങന്നൂരിലേക്ക് തിരിക്കുന്നത് കാണുന്നു. അനുനയ നീക്കം നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും? അദ്ദേഹം പറഞ്ഞ പേരുകൾ പരിഗണിക്കാമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? കെ മുരളീധരൻ നേരത്തെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അസംതൃപ്തി അറിയിച്ചതാണ്. ഇത് അനുനയ നീക്കത്തിന്റെ ഭാഗമായിട്ടല്ല കെ മുരളീധരൻ ഇപ്പോൾ പരിപാടിയിലേക്ക് പോകുന്നത്. കെ മുരളീധരൻ പരിപാടിയിൽ പങ്കെടുക്കാത്തത് ഈ പുനഃസംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കെ മുരളീധരൻ നേരത്തെ അറിയിച്ചതാണ്. പക്ഷേ മുരളീധരൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്ന സാഹചര്യത്തിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും വിളിച്ച് പരിപാടിയിൽ വന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുമെന്ന് മുരളീധരൻ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് മുരളീധരൻ നേരത്തെ ജനശതാബ്ദിയിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനിരുന്നതാണ്. ഗുരുവായൂരിൽ നിന്നും ജനശതാബ്ദിയിൽ മടങ്ങുന്നതിന് പകരം നേരെ വാഹനത്തിൽ ചെങ്ങന്നൂരിലേക്ക് തിരിക്കുകയാണ്, ഏതാണ്ട് പന്തളത്തേക്ക് തിരിക്കുകയാണ്. ഏതാണ്ട് 7 മണിയോടെ പന്തളത്ത് എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നേരെ മറിച്ച് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കം നടന്നിട്ടുമില്ല, അത്തരത്തിലുള്ള പരാതിയുടെ ഒരു ഭാഗമായിട്ടുമല്ല ഇന്ന് കെ മുരളീധരൻ പന്തളത്തേക്ക് പോകാതിരുന്നത് എന്നാണ് മുരളീധരൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ വാർത്ത വരികയും അത് വലിയ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഏതായാലും ഇന്നലെ ഏറെ വൈകി പുലർച്ചയോടെ ഗുരുവായൂരിലെത്തി ഇന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനിരുന്നതാണ്. അത് വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പറഞ്ഞ സാഹചര്യത്തിലാണ് ഓക്കെ, എന്തായാലും യാത്രയിൽ പങ്കെടുക്കാൻ, ഇപ്പോൾ വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുക്കാൻ കെ മുരളീധരൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഗുരുവായൂരിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് അദ്ദേഹം എത്തും. അതിന്റെ അദ്ദേഹത്തോടെ പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC പ്രസിഡന്റും സംസാരിച്ചു എന്നുള്ളൊരു കാര്യം കൂടിയാണ് വരുന്നത്. ഇരുവരും അഭ്യർത്ഥിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു അനുനയ നീക്കം തന്നെയാണോ എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. റോഷിപാൽ, ഒപ്പം ടി.വി. പ്രസാദ്, അർജുൻ കല്യാൺ,
ജെയ്സൺ ചാമവളപ്പിൽ എന്നിവരാണ് വിശദാംശങ്ങൾ നൽകിയത്.